അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒന്ന് രണ്ട് പേര് പേഴ്സണലി 2-3 പേര് കേട്ടോ പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ ഞാൻ അപ്പം ചുടുന്ന വീഡിയോ ഒക്കെ ചിലതിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് 2-3 പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത്, ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് 2-3 പേര്, ഒത്തിരി പേരൊന്നും അല്ല, 2-3 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കരുതി മെനഞ്ഞാന്നും കൂടി ആദ്യം 2 പേര് എന്നോട് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് വാട്സപ്പ് വഴി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന് ഇതേപോലെ വീട്ടിനടുത്തുള്ളൊരു മോളും എന്നോടിങ്ങനെ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ചേച്ചി അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ചേച്ചിയോട് അപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളൊന്നും അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും ഞാൻ കരുതി ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഇടട്ടെ എന്ന് വിചാരിച്ചു. ഉപകാരപ്പെടുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു ടിന്നിനാണ് നമ്മളിവിടെ നാഴിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു ടിന്നിൽ നമ്മളിവിടെ ഒരു 7-8 മെമ്പേഴ്സ് ഞങ്ങൾ മൊത്തത്തിലുണ്ട്. അപ്പോൾ ഇത്രയും പേർക്കുള്ള ഇതാണ് ഞാനിവിടെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ അത് ഒരു കംപ്ലീറ്റും പിന്നെ അതിൻ്റെ ഹാഫുമാണ് ഞാൻ ഇടുന്നത് കേട്ടോ. നമുക്ക് ഇത്രയും പേർക്കും അത്രയും മതിയാവും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ അത്രയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അരി, അതായത് അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള പച്ചരി ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിനാണ്. അതിന് ഒരു നാഴിയും അതിൻ്റെ ഹാഫും അത്രയാണേ ഞങ്ങൾ എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള അരിയാണ്. നമുക്ക് ഇപ്രാവശ്യം റേഷൻ അരിയുടെ കൂട്ടത്തിൽ പച്ചരി കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പം റേഷൻ അരി ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. നമ്മൾ അത് ഉണ്ടെങ്കിൽ അതിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. ചിലർ പറയാറുണ്ട് റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഉള്ള കുഴപ്പമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വല്ല ഒട്ടലരി അങ്ങനെ കിട്ടിയാലായി, അല്ലാണ്ട് ഇപ്പോൾ കിട്ടുന്ന നമ്മൾ കൂടുതലും അത് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനെടുത്ത് അന്നേരം 1-2 തവണ ഒന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കുക. ഒരു 4-5 മണിക്കൂർ കൂടുതൽ എന്തായാലും കുതിരാനായിട്ട് വയ്ക്കണം കേട്ടോ. ഞാനിത് ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയ സമയത്താണ് ആ പച്ചരി കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 9 മണി, രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണം. പിന്നെ ഈ ഒരു തവിയുടെ അളവ്, ഈ ഒരു തവിയാണ് ഞാൻ അളവായിട്ട് എടുത്തേക്കുന്നത്. അതിന് ഒരു തവിയും പിന്നെ അതിൻ്റെ ഹാഫും കൂടെ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെച്ച വെള്ളം അതും കളയാതെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ തേങ്ങ നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് പച്ച തേങ്ങ ഉണ്ടെങ്കിലോ കരിക്കുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് അതാണ്. കരിക്കില്ലയെന്ന് വെച്ച് പച്ച തേങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, ഉണക്ക തേങ്ങ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഉണക്ക തേങ്ങ വെച്ച് തന്നെയാണ് ഞാൻ അപ്പം ചുടാൻ പോകുന്നത്. അന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇപ്പോൾ പച്ച തേങ്ങ ഇല്ലയെന്ന് വെച്ചിട്ടോ കരിക്കില്ലയെന്ന് വെച്ചിട്ടോ ഒന്നും അപ്പം ഉണ്ടാക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണക്ക തേങ്ങയായാലും മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനായിട്ട് ചേർക്കുന്ന ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഈ ഒരു പുളിമാവാണ്. പുളിമാവെന്ന് പറയുന്നത് നമ്മൾ ദോശയുടെ ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ തലേ ദിവസവും നേരത്തെ കാട്ടി വെച്ചിട്ടുള്ള ദോശയ്ക്കോ ഇഡ്ഡലിക്കോ കാട്ടി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു കൈത്തവിയും കൂടെ ആ ഒരു മാവും കൂടെ ചേർക്കണം. അതാണ് ഇതിനകത്ത്. അല്ലാതെ പുളിക്കാനായിട്ട് ഈസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു പുളിമാവാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കാറ് കേട്ടോ. ഇതില്ലെങ്കിൽ കയ്യിലില്ലയെന്ന് വെച്ചാൽ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അരി കുതിർക്കാനിടുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൈപ്പിടി ഉഴുന്നും കൂടെ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആ അരിയുടെ കൂട്ടത്തിൽ ഒന്നിട്ട് വെച്ചാൽ മതിയേ. അപ്പോഴും വേറെ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ പുളിമാവില്ലയെന്ന് വെച്ചിട്ട് അയ്യോ എൻ്റെ കയ്യിൽ അതില്ലയെന്ന് വെച്ച് ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട. എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അരിയുടെ തരി ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ടിത് ഇപ്പോൾ നമ്മളൊരു ഓവർനൈറ്റ് പുളിക്കാനായിട്ട് വയ്ക്കുമല്ലോ, അങ്ങനെ വെച്ചേക്കുക.
എനിക്ക് ഈ ഒരു ഇത് പറഞ്ഞു തന്നത്, ഞാനും ആദ്യമൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലായിരുന്ന സമയത്തുമൊക്കെ അപ്പം ഉണ്ടാക്കിയാലൊന്നും ശരിയാവത്തേയില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെന്നും പറയുന്ന ഒരു ഇത് തന്നെയായിരുന്നു. ഞാനും ചേച്ചിയൊക്കെ ഇരുന്ന് പറയുമായിരുന്നു, അപ്പം ഉണ്ടാക്കിയിട്ട് മാത്രം ഞങ്ങൾ എത്ര ഉണ്ടാക്കിയാലും നല്ല അപ്പം കിട്ടത്തേയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അമ്മയുടെ നിന്നൊക്കെ റെസിപ്പി വാങ്ങിച്ച് വയ്ക്കുമ്പോൾ ആ ഒരു ദിവസം ശരിയാവും, പിന്നീട് വീണ്ടും ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഇത് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ്, അതായത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മോളാണ് കേട്ടോ. വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് അവിടുത്തെ പാർട്ടിക്ക് അപ്പമായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നുകൊണ്ട് കഴിക്കാനിരുന്നപ്പോൾ പറഞ്ഞു, നമ്മളൊന്ന് വീട്ടിലുണ്ടാക്കി ഈ അപ്പം അങ്ങോട്ട് ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയാണ് പറഞ്ഞു തന്നത്, നീ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്താ അപ്പം ശരിയാവാത്തത്, നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്നും പറഞ്ഞ് അന്ന് തൊട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു അപ്പം ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. അതുവരെയും എങ്ങനെ ഉണ്ടാക്കിയാലും ഉറട്ടിപ്പ്, ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2-3 ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും, പിന്നെ അത്രയും കുളമായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. മാവ് രാവിലെ എണീച്ചപ്പോൾ അത് പുളിച്ച് നല്ല പരുവത്തിനുണ്ട്. ഇതിലേക്ക് ഞാനൊരു സ്പൂൺ പഞ്ചസാര ചേർക്കാറുണ്ട്. പഞ്ചസാരയും ആദ്യം കാണിച്ചത് സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ആ ഒരു അര സ്പൂണില്ല, സ്പൂണിൽ കുറച്ചും കൂടെ ആ ഒരു അളവിൽ സോഡാപ്പൊടിയും ചേർത്തു. പിന്നെ ഉപ്പും പഞ്ചസാരയും ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം, ഒത്തിരി കട്ടിയോ ആവരുത്, ഒത്തിരി ലൂസും ആവരുത് കേട്ടോ. ആ ഒരു പരുവത്തിന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സോഡാപ്പൊടി ഇട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കണം അങ്ങനെയൊന്നുമില്ല, ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവേ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ ചുട്ടിട്ടുള്ള എല്ലാ അപ്പവും, അല്ലാതെ ആദ്യത്തെ 2-3 അപ്പമൊന്നും അല്ല, കംപ്ലീറ്റ് അപ്പവും നല്ല ഇതേപോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കൂ. ഇനി ആരും അപ്പം ശരിയായില്ലെന്നുള്ളൊരു പരാതി പറയരുത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ ഒന്ന് ചമ്മന്തിയായിരുന്നു, അപ്പവും ചമ്മന്തി. എനിക്കിതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം, അപ്പവും ചമ്മന്തി, ദോശ ചമ്മന്തി, ഇതൊക്കെയാണ് എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതും കൂടുതൽ ഈ ചമ്മന്തി ആയിരിക്കില്ല ഇവിടെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കണേ, ഉണ്ടാക്കി നോക്കൂ.